ഹലോ, ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഓർത്തെന്നാൽ ഇച്ചിരി നേരം ഇരിക്കാന്ന് വിചാരിക്കും. ഞാൻ നോക്കും നമ്മുടെ കോവലെ കുറച്ച് കോവയ്ക്ക കിടക്കുന്നു. എന്നാൽ അതല്ലെങ്കിൽ പറിച്ചെടുത്തേക്കാം, എന്തിനാ വെറുതെ അത് ഇട്ട് മൂത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ അതല്ലെങ്കിൽ പറിച്ചേക്കാമെന്ന് വിചാരിച്ച് അതല്ലെങ്കിൽ പറിക്ക് വേണം. അത് നമ്മുടെ തലേ അവിടെ തന്നെ വിഷമൊന്നുമില്ല, നല്ല പച്ച സാധനം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കുവോ തോരൻ വെക്കുകയോ ഒക്കെ ചെയ്യാം. കുഞ്ഞാപ്പി എൻ്റെ കൈ ഇരിക്കുന്നുണ്ടല്ലേ, അവൻ ഇതൊക്കെ എൻ്റെ കൂടെ നടന്ന് അവനും ചെയ്യണം. ഇപ്പോഴേ പഠിപ്പിച്ചേക്കാം. പച്ചക്കറിയൊക്കെ പറിക്കുന്നതും എടുക്കുന്നതൊക്കെ അവനെ പഠിപ്പിക്കാം. അല്ലേ അവൻ പിന്നെ വലുതാകുമ്പോൾ അവന് മടി വേണ്ടല്ലോ. അതൊക്കെ അവൻ ചെയ്ത് പഠിക്കട്ടെ, കുഞ്ഞല്ലേ അല്ലേ. നമുക്കൊരു ചെറിയ കോവലിൻ്റെ ഇട്ടാൽ, പക്ഷേ നമുക്ക് കോവയ്ക്ക ഉണ്ടായി കേട്ടോ. നമുക്ക് കുറച്ച് കോവയ്ക്ക നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് നല്ലോണം ഒരു തോരനുള്ള അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടിക്കുള്ള ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു മൂട് കാന്താരി നിൽപ്പുണ്ടേ, അതിലുള്ളത് എനിക്ക് പറിച്ചേക്കാം. വെറുതെ അതൊക്കെ കളയണ്ട. അത് ഈ വെള്ളക്കാന്താരിയാണ്. പുറകിൽ പക്ഷേ നിൽക്കുന്നുണ്ട് പച്ചക്കാന്താരി, അത് നിറച്ച് കാന്താരി ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറിക്കാം. പറിച്ചാൽ നമുക്ക് ഏറെ ഉണ്ട്. അത് അച്ചാറിടാനും മാത്രമുള്ള കാന്താരി ഉണ്ട് പുറകെ നിൽക്കുന്നത്. ഇത് വെള്ളയാണ്, ഇത് കുറച്ചേ ഉള്ളൂ വെള്ളം. അല്ല റോസ പിടിക്കാൻ പോകുന്നുണ്ടോ അവന്. അവന് ഈ റോസപ്പൂ കണ്ടപ്പം തൊട്ട് തുടങ്ങി രാവിലെ തൊട്ട് അവനിത് പറിക്കണം. കണ്ടോ, എന്നാൽ പിടിച്ചു കണ്ടോ. അവനത് പറിക്കാൻ വേണ്ടി രാവിലെ അവനെ കൊണ്ട് ഇതിൻ്റെ അടുത്തൂടെ ഞാൻ വന്നേ ഉള്ളൂ. അവൻ ഉടനെ അത് എടുക്കാൻ ഒരുങ്ങുക. നമുക്ക് നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഇച്ചിരി പച്ചമുളകും അതൊക്കെ കാന്താരിയൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനാകത്തില്ലേ. അതിനെല്ലാം പറിച്ച് കഴിഞ്ഞ് ഞാനത് കാരണം അതിങ്ങനെ നിൽക്കും. രണ്ടൊരു പയറും കൂടെ നിൽപ്പുണ്ടായിരുന്നു, അതും കൂടെ ഒരെണ്ണം അങ്ങ് പഴുത്തും പോയി, പറിക്കാൻ മറന്നു പോയി. അതെല്ലാം ഉള്ളത് മതിയെന്നേ. നമുക്ക് നമ്മുടേതായാലും ഉണ്ടെങ്കിലേ വേറെ ആരോടും നമുക്കത് പറയാം. ഇത് പറിച്ച് വെക്കുവാണെങ്കിൽ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് വിത്തിനെടുക്കാം, അതെടുക്കാം. പിന്നെ ഞാൻ 4 മണിക്ക് തന്നെ അവിടെ 2 കപ്പയുടെ മൂടുണ്ട്, അത് പറിച്ചിട്ടെന്നാൽ അതൊന്ന് പുഴുങ്ങാം. ഇച്ചിരി മീൻ പറ്റിച്ചുണ്ടല്ലോ, നല്ലതല്ല ഇച്ചിരി മീൻ പറ്റിച്ചേം കപ്പ ഒഴിയും കൂടെ. കണ്ടില്ല എൻ്റെ ഇഞ്ചി എല്ലാം എനിക്കുണ്ടെന്നേ. ഇതൊക്കെ മതി നമുക്ക്. ഇച്ചിരി നമ്മുടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ വയ്ക്കുന്നത് ഇതൊക്കെ. അതാകുമ്പോഴത്തേനും ആരോടും ഓടിച്ചെന്നൊരു ലക്ഷം ഇഞ്ചി താഴ്ന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ഇച്ചിരിയൊക്കെ പറിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞാപ്പിയം കൊണ്ട് വേണം ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇവനെയും കൊണ്ട് ഇവനെ അവിടെ കടത്തിയിട്ടൊക്കെ ഞാൻ എല്ലാം ചെയ്യും. നിങ്ങളെയും കൂടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ. നിങ്ങൾ ഓർക്കത്തില്ലല്ലോ, അയ്യോ ഈ അമ്മ ചോറ് മാത്രമേ ഉണ്ടെന്നേ കാണിക്കുന്നുള്ളൂ, വീട്ടിലെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവന്മാർക്കൊക്കെ ചോറ് കൊടുക്കണം. അതിന് ചെറുക്കൻ ഉച്ചയാകുമ്പോൾ ഇങ്ങ് വരും പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഉച്ചയും കഴിഞ്ഞു, 3 മണി ആകാറായി. ഇനിയിപ്പോൾ അവൻ എപ്പം വന്നിട്ട് ഇത് ചോറ് കൊടുക്കാനാണ്. എനിക്ക് പേടിയാണ് കൊണ്ടുപോകാൻ. കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ, 3 പേരുണ്ടാവും വെളിയിൽ. അവർക്ക് കൊടുക്കണ്ടേ ചോറ്. അവർ നോക്കിയിരിക്കുക ചോറും കൊണ്ട് ചെല്ലുന്നത്. കണ്ടോ ചെറുക്കാപ്പി നോക്കുന്നതുണ്ടോ, കാറ്റടിക്കുന്നതാണ് അവൻ മേലോട്ട് നോക്കുന്നത്. അന്നേരം നമ്മളിതെല്ലാം പറിച്ചെല്ലാം എടുത്തു. ഇനിയിപ്പം ഞാൻ ഇച്ചിരി വേറെ പണികളൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് ചെല്ലട്ടെ. കാന്താരിയൊക്കെ പറിക്കുന്നത് ഞാൻ പിന്നെ കാണിക്കാവേ. പോട്ട് മക്കളെ.